മഹാകവിയാണ് ഇദ്ദേഹം. പ്രധാന കൃതികൾ എന്റെ ഗുരുനാഥൻ, കൊച്ചു സീത, പതിരവിലാപം. ലോകമേ തറവാട്, ലോകമേ തറവാടു തനിക്ക്, ഈ ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം, താഴ്മദാനഭ്യുന്നതി, ലോകവിത്തേവം ജയിക്കുന്നിതെൻ ഗുരുനാഥൻ. മാതൃത്വത്തിന്റെ കവിയത്രിയായ ബാലാമണി അമ്മയാണ്. മലയാളത്തിലെ ഇംഗ്ലീഷിലെയും പ്രശസ്ത സാഹിത്യകാരിയായ മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാ സുരയ്യ ബാലാമണി അമ്മയുടെ മകളാണ്. പ്രധാന കവിതാ സമാഹാരങ്ങൾ സോപാനം, നിവേദ്യം, അമൃതംഗമയ, മുത്തശ്ശി, മാതൃസ്നേഹം എന്നിവയാണ്. ഭവിക്കാൻ വൈദിനയുമെന്നാകിലമ്മയ്ക്കു കാട്ടിത്തരില്ല ഞാനിൻമുഖം. തൻ ചെറുപൂച്ചയെ പുൽകി നിന്നിങ്ങനെ കൊഞ്ചിനാൾ ചെറ്റുകയർത്തുകൊണ്ടെൻ മകൾ. സ്വച്ഛതമങ്ങളാമ കൺമുനകളിൽ അശ്രുക്കൾ മിന്നിത്തിളങ്ങി പൊടുന്നനെ മന്ദം കുനിഞ്ഞു ഞാൻ ചുംബിച്ചു പൈതലിൻ മാറിലിണങ്ങുമാ മല്ലികച്ചെണ്ടിനെ. മലയാളത്തിലെ പ്രശസ്ത കവിത്രിയും തളിർ മാസികയുടെ ചീഫ് എഡിറ്ററുമായിരുന്ന സുഗതകുമാരിയാണ്. പ്രധാന കൃതികൾ രാത്രിമഴ, അമ്പലമണി, വാരിയല്, പാതിരാപ്പൂക്കൾ എന്നിവയാണ്. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴതില്ല മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കേ. പേര് എം.ആർ. രാമകൃഷ്ണൻ പണിക്കർ എന്നാണ്. കവിത എഴുത്തും രാഷ്ട്രീയ പ്രവർത്തനവും അദ്ദേഹത്തിന് ഹരമാണ്. കേരളത്തിന്റെ നാടോടി സംസ്കാരവും നാടൻ കലാരൂപവും ഉൾപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ രചനകൾ. അദ്ദേഹത്തിന്റെ കുറത്തി എന്ന കവിതയിലെ ഏതാനും വരികൾ ഞാൻ ഇവിടെ ആലപിക്കുന്നു. മലഞ്ചൂറ് മടയിൽ നിന്നും കുറത്തി